തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഉണ്ടാവരുതെന്നാണ്. ഉണ്ടാവും. ഞാൻ ഐ ടി മിഷൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് സി എമ്മിനായ പുള്ളിക്കാരൻ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. LDF തന്നെ അടിപൊളിയല്ലേ? 10 വർഷം അല്ലയോ? അല്ല അല്ല, എന്താ കാര്യം? ഇഷ്ടല്ല. ഓപ്പണായിട്ട് പറയാം. നമുക്ക് എല്ലാവർക്കും അതെ. പല പദ്ധതികളും കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്നത് തന്നെ നല്ലൊരു ഉദ്യോഗസ്ഥ ബന്ധത്തെ അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നല്ല സംതൃപ്തനാണ്. എങ്ങനെയുണ്ട് 10 വർഷത്തെ സർക്കാരിന്റെ ഭരണം? എങ്ങനെയുണ്ട്? നല്ല ഭരണം. നല്ല ഭരണം. എന്താ നല്ലതെന്ന് തോന്നുന്നത്? എല്ലാം കൊണ്ടും കേരളം ഒരു മികച്ച സംസ്ഥാനമായി മാറി. ലോകം തന്നെ അംഗീകരിച്ചൊരു രാഷ്ട്രമായി മാറി. ഏറ്റവും സൂപ്പർ ഭരണം. ഇനിയും വരണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തുടർഭരണം ഉണ്ടാകാൻ സാധ്യതയില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പുതിയൊരു ഗവൺമെൻറ് വരട്ടമല്ലോ. 10 വർഷമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും വേണ്ട രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തുടർഭരണം ഉണ്ടാവും. ഉണ്ടാവും. മെച്ചപ്പെട്ടയാണല്ലോ. ഈ BJP റിലേ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് LDFനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും തോന്നുന്നുണ്ട്. വർഗീയത മാറ്റം നല്ലത്. അല്ല, ഇവരുടെ ഭരണം നല്ലതായിരുന്നു. ഈ ഭരണം തന്നെ തുടരുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ല, ആരോഗ്യരംഗത്തായാലും നല്ല പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് തന്നെ അവർ തുടരുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ രാജ്യത്തിനും നല്ലതാണ്. 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? സംതൃപ്തനാണോ? അല്ല, ഫുള്ളി സംതൃപ്തനല്ല. എന്താ കാര്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി സംതൃപ്തനല്ല. ചേട്ടാ, സംതൃപ്തനാണ്. എന്താ കാര്യം? എത്ര നല്ല റോഡുകൾ വന്നു, സ്കൂൾ വന്നു, എന്തെല്ലാം നല്ല നല്ല വികസനം ഉണ്ടായിരിക്കും. നല്ലതല്ലേ? പിന്നെ അതിൽ കൂടി ഇന്ന് തെളിവ് വേണ്ടത്. 10 വർഷം ഒന്നും മോശമല്ല. മാറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അല്ല, പല കാര്യങ്ങളും. അതുകൊണ്ട് ഇപ്പം എങ്ങനെ പറയുക, ഇപ്പോൾ തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് ഈ ഒരു 10 വർഷം കൊണ്ട് വന്ന കുറച്ച് ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് മുമ്പുള്ള ഇത് എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഭയങ്കര ദയനീയമായ അവസ്ഥയായിരുന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് ഇനിയും ഭരണം തുടർന്നാൽ നന്നായിരിക്കും. പിന്നെ വേറെ ഓപ്ഷൻ നമുക്കില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ ഓപ്ഷനാണ്. ഒന്നെങ്കിൽ അത് അല്ലേ ഇത്. അപ്പം നല്ലത് നോക്കി ചൂസ് ചെയ്യാന്നല്ലേ ഉള്ളൂ. ഉണ്ടാവരുതെന്നാണ്. ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള രീതികളും മാറ്റങ്ങളും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ഇനി പുതിയൊരു ഭരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കാം. എന്തെങ്കിലും പുതിയത് ചെയ്താലായി, അങ്ങനെ ഒരു വിശ്വാസം വരാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് വിദ്യാഭ്യാസത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ശിവൻകുട്ടി സാറ് അവർ തന്നെ വീണ്ടും വരാൻ അവർ തന്നെ ശ്രമിക്കുന്നുണ്ട്. അവർ തന്നെ വരും. ഭരണം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെ കുറച്ചൊക്കെ പാളിയച്ചുകളുണ്ട്. അത് പൊളിറ്റിക്കൽ പാളിയച്ചുകളാണ്. ഭരണത്തിൻ്റെ അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളല്ല എനിക്ക് തോന്നുന്നു, പൊളിറ്റിക്കലായിട്ടുള്ളതാണ്. നമുക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണ് ഒരു ഡിസിഷൻസ് ഈസി ആയിട്ട് എടുത്തു പോകുന്നതൊക്കെ. ഞാൻ ഐ ടി മിഷൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് സി എമ്മിനായ അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. LDF തന്നെ ഭരിക്കുമോ? വേറെ ഏതെങ്കിലും പാർട്ടി വരുമോ? ഇല്ലെന്നാണ് തോന്നുന്നത്. വികസനം കൊണ്ടുവന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറേ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റോഡാണെങ്കിലും ബസ്സൊക്കെ ആണെങ്കിലും കുറേ ബസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡൊക്കെ കുറേ നന്നാക്കിയിട്ടുണ്ട്. LDF ഭരണം വന്നിട്ട് കഴിഞ്ഞ 10 വർഷമായി. പിന്നെ ഒരു തുടർഭരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അല്ല, നല്ല ഭരണമാണ്. അടുത്തതും ഇവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർഭരണം വരണം. കാരണം വിദ്യാഭ്യാസ മേഖലയിലായാലും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റിലായാലും ഇടതുപക്ഷം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിമതി തികച്ചുമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് LDF ഭരണത്തിൽ നിന്ന് മാത്രമാണ്. ഇന്ന് മുന്നോട്ട് പോകുന്നു സർക്കാർ. 10 വർഷം അല്ല, ഇപ്പോൾ എന്തായാലും അവരിപ്പോൾ പുതിയ ഒരുപാട് നയങ്ങളൊക്കെ കൊണ്ടുവരുന്ന കേട്ടിട്ടുണ്ട്. പെൻഷൻ്റെ കാര്യത്തിലൊക്കെ അത് ഞാൻ കേട്ടായിരുന്നു. പഴയ രീതി പോലെ ലാസ്റ്റ് പെൻഷൻ ആകുമ്പോൾ സാലറി എത്രയാണോ അതിൻ്റെ പകുതിയാണ് ഇനി പെൻഷൻ, അതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നല്ല നല്ല തീരുമാനങ്ങൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു ഗവൺമെന്റ് വരുമായിരിക്കും. എന്തുകൊണ്ടാണ്?
കാരണം അത്രയും മോശമായിട്ടുള്ള ഭരണമല്ലേ. മോശമായിട്ടല്ല, കുറച്ചെങ്കിലും പറയുന്ന വീഴ്ച ഉണ്ടാകുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ കാണത്തില്ല. തുടരുമായിരിക്കും. എന്തുകൊണ്ട്? നല്ല ഭരണമാണ്. കുഴപ്പമില്ലായിരുന്നു, എന്നാലും വലിയ ഇതല്ല. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് ഡിഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പം ജോബായാലും അതിലും പിന്നെ ഗവൺമെൻറ് ഒരായിട്ട് അത് ഒരിക്കലും ഈ വർഗീയത പറയാത്ത പാർട്ടി വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഗവൺമെന്റിനെ തുടരും, വേറൊരു ഗവൺമെന്റ് നിലവിൽ വരും. ജനങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ പോകും. കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ പോട്ടെ. LDF സർക്കാരിന്റെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? വളരെ തൃപ്തകരമായിട്ടാണ് തോന്നുന്നത്. കാരണം നാടിന് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തികളും വികസനങ്ങളും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പുതിയൊരു ഗവൺമെന്റ് വരാൻ സാധ്യത ഉണ്ടാവും ആയിരിക്കും. എനിക്കതിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല. ഭരണം എങ്ങനെയുണ്ട്? എന്താ മികച്ച അഭിപ്രായമാണ്. മികച്ച അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് മികച്ചാണെന്ന് തോന്നുന്നത്? ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പെൻഷൻ ആയാലും അതായത് സാധാരണക്കാർക്കെല്ലാം വളരെ മികച്ച അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. എന്താ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം? സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, വളരെ നല്ല അഭിപ്രായമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ. പിന്നെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ വീടായാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് എല്ലാത്തിനും വളരെ മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷത്തെ ഭരണം പറയുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേമകാര്യങ്ങൾ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഇതായിട്ട് മാറുന്നു. ഇപ്പോൾ 2000 രൂപയാക്കി 35 വയസ്സ് തൊട്ട് 60 വയസ്സുള്ള വനിതകൾക്ക് 1000 രൂപ, അങ്ങനെ പല ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും വരും, മൂന്നാം ഭരണവും വരും എന്നുള്ളൊരു ഇതാണ് നിൽക്കുന്നത്. ഈ ഗവൺമെൻറ് വരുമെന്നാണ് തോന്നുന്നത്. റീസൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ. ചിലർ സപ്പോർട്ട് ചെയ്യില്ല, ചിലർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നോക്കിയാൽ കുറേ കാര്യം ഈ പാർട്ടി അച്ചീവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാർട്ടി തന്നെ വരാൻ പോകുന്നു. ഇഷ്ടമല്ല, ഓപ്പണായിട്ട് പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പല പദ്ധതികളും കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്നത് തന്നെ നല്ലൊരു ഉദ്യോഗസ്ഥ ബന്ധത്തെ അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നല്ല സംതൃപ്തനാണ്. സംതൃപ്തനാണോ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അല്ല. പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാൻ ഇപ്പോൾ സമയമില്ല, പക്ഷേ പൂർണ്ണമായിട്ടല്ല. LDF അടിപൊളിയല്ലേ? 10 വർഷം എന്താ അടിപൊളിയാന്ന് പറയാൻ കാരണം? പല ക്ഷേമ പ്രവർത്തനങ്ങളും അങ്ങനെ പാവപ്പെട്ടവർക്കുള്ള കുറേ സംഗതികളെല്ലാം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ LDF ഭരണത്തിൽ സംതൃപ്തയാണോ? കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? അതിപ്പോൾ എല്ലാ ഭരണത്തിനും കുറേ നല്ലതും ചീത്ത ഉണ്ടാവുമല്ലോ. കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറേ പ്രശ്നങ്ങളും ഉണ്ട്. പ്രശ്നങ്ങൾ എന്തൊക്കെയാ തോന്നുന്നത്? ഓക്കെ, നല്ല കാര്യങ്ങൾ എന്തൊക്കെയാ? അത്യാവശ്യം കുറച്ച് വികസനങ്ങളൊക്കെ ഉണ്ട്. ഭരണം എങ്ങനെയുണ്ട്? മികച്ചതാണ്. എന്തുകൊണ്ടാണ് മികച്ചതാണെന്ന് പറയാൻ കാരണം? മികച്ചതെന്ന് പറയാൻ കാരണം എല്ലാ വികസനങ്ങളും പിന്നെ സ്ത്രീകൾക്കൊക്കെ വേണ്ടി ഇപ്പം നല്ല രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ. സംതൃപ്തനാണോ? മികച്ച ഭരണമാണ്. എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും വേണ്ടി നല്ല സേവന പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട്. അടുത്ത 5 വർഷം പിണറായി സർക്കാർ തന്നെ ആവട്ടെ എന്ന്. സംതൃപ്തനാണോ? സംതൃപ്തനാണ്. എന്തുകൊണ്ടാണ്? എല്ലാം കൊണ്ടും ആൾക്കാർക്ക് നല്ല ഇതാണ്. സംതൃപ്തനാണോ? കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ഭരണമാണ്. നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, സംതൃപ്തനാണ്. കാരണം മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലെല്ലാം വീണ്ടും അതിനൊരു തീരുമാനമായി. ക്ഷേമ പെൻഷൻ എന്താ പറയുന്നത്, മുടക്കം കൂടാതെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഓവറോൾ നോക്കിയാലും അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾ സംതൃപ്തരാണ്. എൻ്റെ കാര്യം എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം, ജീവിതം, നല്ല പാർപ്പിടം, ഈ ഫ്ലഡിലെല്ലാം അതൊക്കെ വളരെ ഇതായിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നോളം പെൻഷൻ പാവങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സുഖമായ ഇതാണ്. അങ്ങനെ വിഷമമൊന്നുമില്ല. വിഷമം പട്ടിണി പാവങ്ങൾ ആരും ഇല്ലാതെ തന്നെ പറയാം. കുഴപ്പമില്ല. സംതൃപ്തനാണോ? സംതൃപ്തമാണ്. എന്താ കാര്യം? എന്താ വികസനങ്ങൾ, ഒരുവിധം വികസനം നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ അഭിപ്രായം? സംതൃപ്തനാണോ? സംതൃപ്തം, തീർച്ചയായിട്ടും സംതൃപ്തനാണ്. എന്താ കാര്യം? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. എല്ലാ മേഖലയിലുള്ള ഒരു പുരോഗതി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. കാരണം
നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനല്ല കാര്യങ്ങൾ. 10 വർഷത്തെ മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തനാണ്. ചിലപ്പോൾ ഉണ്ടാവാം. അവർ ചെയ്യുന്നത് വെച്ചിട്ടെല്ലാം വരാൻ സാധ്യത ഉണ്ട്. തരുന്ന സേവനങ്ങളും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് കുറേയൊക്കെ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നോക്കുമ്പോൾ വരാൻ സാധ്യത ഉണ്ട്. വർഷം കൊണ്ട് LDFന്റെ ഭരണം ആക്കണം, ഇനി ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? തുടർഭരണം ഉറപ്പായിട്ടും വേണം. കാരണം 10 വർഷം കൊണ്ട് പവർ കട്ടില്ല, പെൻഷൻ മുടങ്ങിയിട്ടില്ല, പിന്നെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ഈ സർക്കാർ തന്നെയാണ് വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. സംതൃപ്തരാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടി നല്ല രീതിയിലുള്ളൊരു ഭരണം ഇപ്പം പിണറായി വിജയനായാലും രാഷ്ട്രീയപരമായി പറയുന്നതിനെക്കാട്ടി നല്ലത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് പറയുന്നത്.